ഇത് ഞങ്ങളുടെ പുളിമരമാണ്. മരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് പുളി പിടിച്ചിടങ്ങുന്നത്. ഇത് ഞാനൊരു ഉച്ച സമയത്ത് ഇടുന്നതുകൊണ്ട് വെയിലായതുകൊണ്ട് കാണാൻ പറ്റുമെന്നറിയാൻ വയ്യ. നിറച്ച് പിടിച്ചു അടപ്പോട്ട്. വെള്ളമുള്ള സ്ഥലം ഉണ്ടായതുകൊണ്ട് നിറച്ച് മരത്തിന് താങ്ങാൻ പറ്റത്തില്ല. മരത്തിന് ഭ്രാന്ത് പിടിച്ചെന്നൊക്കെ പറയുന്നല്ലേ, അതേപോലെ മരം നിറച്ചാണ് പുളി. ഇത് ഞങ്ങളുടെ സ്റ്റാർ ഫ്രൂട്ട്, നമ്മുടെ ചതുരപ്പുളി എന്നൊക്കെ പറയും. വേറെ നാടുകളിൽ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ ഇവിടെ ചതുരപ്പുളി, സ്റ്റാർ ഫ്രൂട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ്. ഇതങ്ങ് മേളിൽ കിടക്കുക. അത് എൻ്റെ ഞങ്ങൾ 2-3 പറിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് മരത്തിൽ തന്നെ കിടക്കുക. അതുകൊണ്ട് കാണാമല്ലോ. അതിൻ്റെ ഞങ്ങൾ 5 പറിച്ചായിരുന്നു. ഇത് മരത്തിൽ പറിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ മണ്ടയിലോട്ടാണ് വീഴുന്നത്. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. 2-3 പറിക്കാൻ പറ്റിയത് പറിച്ച്. ഇതാണ് നമ്മളെ മരത്തിൽ കിടന്ന് ചെറിയ സാധനമായിട്ട് കണ്ടത് കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്, മധുരപ്പുളി, ചതുരപ്പുളി എന്നൊക്കെ പറയും. നല്ല മധുരമാണ്, നല്ല പഴുത്ത് കഴിയുമ്പോൾ. ഇതാണ് സാധനം. വേറെ നാടുകളിൽ എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മുടെ ഈ കൊല്ലം ഈ ഞങ്ങൾ പുല്ലൂരാണ്. അന്നേരം പുല്ലൂരൊക്കെ ചതുരപ്പുളി, സ്റ്റാർ ഫ്രൂട്ട് എന്ന് പിന്നെ ഇംഗ്ലീഷിൽ പറയുമല്ലോ. ഇതാണ് സാധനം, ആ മരത്തിൽ കിടന്ന സാധനം. ഇത് നല്ല പഴുത്തയാണ്. കൊള്ളാമോ ഞങ്ങളുടെ ചതുരപ്പുളി? ഇത് ഞങ്ങളുടെ ഓമയ്ക്ക, കാണാമോ? ഓമയ്ക്ക. ഇതറിയാലോ, ഇത് മുള്ളാത്തയ്ക്ക. ആത്തയ്ക്കയുടെ ഇത് മുള്ളാത്തയ്ക്ക എന്ന് പറയും. ആത്തയ്ക്കയുണ്ട്, ഇത് മുള്ളാത്തയ്ക്ക. ഇത് ക്യാൻസറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. എനിക്കറിയില്ല, ഇവിടെ നാട്ടിലൊക്കെ പറയുന്നേക്കാം. മുള്ളാത്തയ്ക്ക ക്യാൻസറിന് നല്ല മരുന്നാണെന്ന് പറയുന്നേക്കാം. ഇവിടെ ഈ മരത്തിൽ 2-3 ഇങ്ങൊക്കെ മേളിൽ കിടപ്പുണ്ട്. ഇതാണ് ഏറ്റവും താഴെ കിടക്കുന്നത്. ഇതൊക്കെ ഇത് ചെറുതാണ്, വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു ചെറിയൊരു കുഞ്ഞു ചക്കയുടെ അത്രയും വലിപ്പം വരും ഇതിന്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിളകൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.